+2 പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇനി ഏത് ഡിഗ്രി എടുക്കണമെന്നറിയില്ല. അനുയോജ്യമായ ഒരു ഡിഗ്രി കോഴ്സ് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ അറിയാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും? അതെ, ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെ നിങ്ങൾക്കും അനുയോജ്യമായ ഒരു ഡിഗ്രി തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചി ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ കണ്ടെത്തി എല്ലാ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചും കൂടുതൽ അറിഞ്ഞും നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാം. അപ്പൊ സമയം കളയണ്ട, ഇപ്പൊ തന്നെ ഡിഗ്രി ഫൗണ്ടേഷൻ സൗജന്യ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യും. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമിസ്റ്റർ എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ് ഏത് ഡിഗ്രി എടുക്കണമെന്ന് കൺഫ്യൂഷനുള്ള സ്റ്റുഡന്റ് ആണോ നിങ്ങൾ? എങ്കിൽ ഇനി ടെൻഷൻ ആവേണ്ട. ബാസിന്റെ ഡി ഫൗണ്ടേഷൻ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമിസ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ വരാറായിട്ടുണ്ട്. എക്സാമിന്റെ ഡേറ്റ് ഒക്കെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു. അപ്പം എക്സാമിന് വേണ്ടി ഇനി പ്രിപ്പയർ ചെയ്യുന്ന ടൈമാണ്. ഈ റിവിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. എങ്കിലും നമുക്കിപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ നിങ്ങൾ ഒരു ഷോർട്ട് നോട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ റിവിഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. റിവിഷൻ എന്നുള്ള രൂപത്തിൽ നിങ്ങൾ ഓരോ പോർഷൻസും കംപ്ലീറ്റ് ചെയ്ത് ഓരോ നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും ഈ ഒരു റിവിഷനോടൊപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പൊ എക്സാമിന് പോകുമ്പോൾ നിങ്ങളിപ്പോൾ ഹാൾ ടിക്കറ്റ്, ID കാർഡ്, അതുപോലെ നിങ്ങൾക്ക് പെന്ന്, പെൻസിൽ, ഇനി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫ്, ആധാർ കാർഡോ അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡോ നിങ്ങളുടെ കയ്യിൽ വെക്കുക. അത് നമുക്ക് ചോദിക്കുന്നത് കൊണ്ടല്ല, എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഇത് മസ്റ്റായിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഹാൾ ടിക്കറ്റ് ഒന്നും ആരും തന്നെ എടുക്കാൻ മറക്കരുത്. കാരണം നിങ്ങൾക്ക് ഏത് ടൈമിലാണ് എക്സാം വരുന്നത്, അതുപോലെ തന്നെ ഏത് എക്സാം ആണ്, എത്ര മണിക്കൂറാണ് എക്സാം വരുന്നത്, അല്ലെങ്കിൽ ഏത് ഡേറ്റിലാണ് എക്സാം വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മുടെ ഹാൾ ടിക്കറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളുടെ എക്സാം ഹാളിലേക്ക് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ പെന്ന്, പെൻസില്, അതുപോലെ ഇറൈസർ, സ്കെയിൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിനിപ്പോൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് മേടിക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ ഈ ഒരു എക്സാം ഹാളിലേക്ക് ഒരു കാരണവശാലും പോകരുത്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ എക്സാമിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങുന്ന രീതിയിലുള്ള ഒരു വീഡിയോസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരത് ചെക്ക് ചെയ്യാം. അതുപോലെ നമുക്ക് എക്സാമിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് എക്സാമിന് പോകുമ്പോൾ നിങ്ങളുടെ ഫോണോ അല്ലെങ്കിൽ കാൽക്കുലേറ്ററോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരുന്നില്ല. അപ്പോൾ എക്സാം ഹാളിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഇത്ര കാര്യങ്ങളാണ്: ഹാൾ ടിക്കറ്റ്, രണ്ടാമത്തെ നിങ്ങളുടെ ID കാർഡ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആക്സസറീസ്, അതായത് പെന്ന്, പെൻസിൽ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഹാൾ ടിക്കറ്റ് ഒരു കാരണവശാലും മറന്നു പോകരുത് എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയുകയാണ്. അപ്പം എല്ലാവരും ഇനി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ടൈമാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക, അതുപോലെ തന്നെ എക്സാം ഒക്കെ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്